ലത സുരുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ റാഗി കൊണ്ടുള്ള ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് എന്ന് പറയും, പിന്നെ റാഗി പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ റാഗിയുടെ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1 കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച ഇത് വാങ്ങിയിട്ടുള്ളതാണ് റാഗി പൊടി. അപ്പം 1 കപ്പ് അതായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ് നെയ്യും ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇതാ അത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച 1 കപ്പ് പൊടിയിലേക്ക് ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടെ തന്നെ അതുകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം അത് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് ഒന്ന് അത് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അതിൽ ഈ സേവനാഴിയിലാണ് ഈ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സേവനാഴിയുടെ സൈഡിൽ കുറച്ച് ഓയിൽ ആക്കിയിട്ട് അതൊന്ന് ഫുള്ളും അതിൻ്റെ സൈഡിലും ഇത് ഇതാക്കണ ചില്ലില്ലേ അതിലൊക്കെ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ഇനി നമുക്ക് മാവ് ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അത് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ കുറച്ച് പൊടിയോ എന്തെങ്കിലും ആക്കിയിട്ട് അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് അല്പം കയ്യിൽ ഒന്ന് നെയ്യോ ഓയിലോ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ട് നമുക്ക് ആ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒക്കെ ഇതായിട്ടുള്ള തേച്ച് കൊടുത്തിട്ടുള്ള ഇതിലേക്കാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് അത് വെക്കാൻ പോകുന്നത്, ഇടിയപ്പത്തിനുള്ളത്. അപ്പോൾ അതിന് അല്പം ഞാൻ നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ വെറുതെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ സേവനാഴിയിലുള്ളത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതുകൊണ്ടാ നല്ല എളുപ്പത്തിൽ നമ്മൾ അരിയുടെ ഉണ്ടാക്കുന്നതിലും നല്ല ഈസി ആയിട്ട് സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. അരിയുടെയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര കുറച്ച് ടൈറ്റ് പോലെയൊക്കെ തോന്നും. ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനി അതിൻ്റെ മേലെയും കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെറുതെ കഴിക്കാനും ഈ നൂൽപുട്ടിൽ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ വെറുതെ തന്നെ ഈ നൂൽപുട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഇടിയപ്പം പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ ആ തട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് അതിൽ തന്നെ ഒരു 10 മിനിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 10 മിനിറ്റ് കൊണ്ട് അത് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ തുറന്നിട്ട് എടുത്തിട്ടുണ്ട് പുറത്ത്. അപ്പോൾ നമ്മൾ അത് മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂൽപുട്ടാണ്, ഇടിയപ്പം എന്നും പറയാം. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനിയിപ്പം രണ്ടാമത്തെ തട്ടും കൂടി ഞാൻ ഒരു 1/2 കപ്പ് അല്ല 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അടുത്തതും കൂടി പകുതിയും കൂടി വെച്ചതിന് ശേഷം അതും ആയിട്ട് അതും കൂടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്കിതുപോലെ ഒരു 8 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇനി റാഗിപ്പൊടി കൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് മാറ്റി ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഇനി അടുത്തത് ഞാൻ റാഗിയുടെ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ അരി കൊണ്ട് നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു കപ്പ് വേണമെന്നില്ല, ഒരു 3/4 കപ്പ് എടുത്താൽ മതി. കുറച്ച് 3/4 കപ്പ് വെള്ളം, അതിൽ 1/2 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് 1 കപ്പ് പൊടി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ അത് ഇതാക്കിക്കൊണ്ടിരിക്കുക. അതായിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനത് ഓഫാക്കിയിട്ടുണ്ട്, അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒരു 4-5 മിനിറ്റ് ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ഇതായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി അത് കുഴച്ചതിന് ശേഷം നമുക്കത് ഓരോ ഉരുളകളാക്കിയിട്ട് വയ്ക്കാം. ഞാനത് കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് റാഗിപ്പൊടി എന്നെ ഒന്ന് മേലെ വെതറി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കത് പരത്താനും ഒക്കെ എളുപ്പത്തിൽ വേണ്ടിയിട്ട് റാഗിപ്പൊടി തന്നെ ഉപയോഗിച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോൾ അപ്പം ഒരു 6-7 എണ്ണമായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റേ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ പൊടി ചേർത്തിട്ട് പരത്തി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടി ചേർത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പ്രസ്സില്ലേ, അതുപയോഗിച്ചിട്ട് അതിലൊരു കവറോ അല്ലെങ്കിൽ 2 സൈഡിലും ഓയിൽ തൂവിയിട്ട് അങ്ങനെ ഇതിനെ പരത്തിയെടുക്കാം. നമ്മളെങ്ങനെയാണോ അരിയുടെ പത്തിരി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതേപോലെ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് അരി മാത്രമായിട്ട് കഴിച്ച് ഷുഗർ കൂടുമല്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ റാഗി ചേർത്തുണ്ടാക്കുന്ന പത്തിരി. ഇനി ഞാനത് ഒരു ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നൊന്ന് ആയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ സമയത്ത് ഇതങ്ങനെ പൊള്ളയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ഒന്ന് കുറച്ച് സമയം ആയതിന് ശേഷം നമ്മൾ ഈ ചട്ടകം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പൊള്ളയായിട്ട് വരും. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ റാഗി പത്തിരി. അപ്പം ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്ത് കണ്ട പൊള്ളായിട്ട് വരുന്ന കണ്ട അപ്പോൾ നല്ല പോലെ പൊള്ളയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ അതിൽ കുറച്ച് നെയ്യ് കൂടി വരട്ടി കൊടുക്കാം. ഈ പൊള്ള വന്നതിന് ശേഷം നെയ്യ് കുറച്ച് അത് കൊടുക്കാം. നെയ്യ് പിന്നെ ചേർക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ റാഗി പത്തിരിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പത്തിരിയും റാഗിയുടെ ഇടിയപ്പമാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പീസ് മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പീസ് മസാല ഞാൻ മുമ്പ് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.